ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡ്യൂറ്റാണ് വണ്ടി. ജനറൽ സർവീസുമായിട്ട് വന്നതാണ്. അപ്പോൾ ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. പിന്നെ ഫ്രണ്ട് സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് സൗണ്ട് കോൺസെപ്റ്റ് ചെറിയൊരു ലൂസായിട്ട് അടിയുണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ടാണ് തോന്നിയത്, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും കിട്ടിയില്ല. ഇൻഡിക്കേറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ലൈറ്റൊക്കെ ഓൾറെഡി വർക്കിംഗ് ആണ്. സിഗ്നൽ ലൈറ്റ് തെളിയുന്നുണ്ട്. ബസറിൻ്റെ സൗണ്ട് ഇല്ല. ഒരു പക്ഷേ ചിലപ്പോൾ അതായിരിക്കും ഉദ്ദേശിച്ചത്. പിന്നെ ഹോൺ ചെക്കപ്പ്, ഹോൺ ട്യൂണിങ്ങിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിനായിട്ട് വണ്ടി കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ കിടക്കണേ, ഒറിജിനൽ ലൈനറാണ്. വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമ്പൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, എയർ അടിച്ച് ക്ലീൻ ആക്കാവുന്നുള്ളൂ. പിന്നെ അതേപോലെ നമ്മൾ ക്ലച്ച് സൈഡ് കൂടി നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം അയച്ചതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി. ബെൽറ്റൊക്കെ പുതിയ ബെൽറ്റ് കിടക്കണേ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബെൻഡെക്സിൻ്റെ ഭാഗം, ക്ലച്ച് യൂണിറ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ക്ലച്ചൊക്കെ അത്യാവശ്യം ഫ്രഷാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കും. എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റാണ് കേട്ടോ. ആക്സിലേറ്റർ കേബിൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫുൾ ടൈറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ നമുക്ക് മാറ്റി പുതിയത് ഇടേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ സ്പീഡോമീറ്ററും വർക്കിംഗ് അല്ല. സ്പീഡോമീറ്റർ വർക്കിംഗ് കേബിൾ പോയേക്കണം. അപ്പോൾ സ്പീഡോമീറ്റർ കേബിൾ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ കേസും ഓക്കെ ആയിക്കോളും. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ കേസ് പറഞ്ഞാൽ സൗണ്ട് ബസറിൻ്റെയാണ്. അത് അത്രയാണ് മെയിനായിട്ടുള്ള കേസ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഫ്രണ്ട് വീലും കൂടി അയച്ചിട്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് തരാം. അതേപോലെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ, ഫ്രണ്ടിലത്തെ തന്നെ ഒരു കേബിൾ ഔട്ടർ വലിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കത് ഒന്ന് ചേഞ്ച് ചെയ്തിടേണ്ടി വരും. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് ജാമാവാൻ സാധ്യത കൂടുതലാവും. വേറെ വീൽ ബെയറിങ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. ടയറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. 2024 മോഡലാണ് ബാറ്ററി വണ്ടിയിൽ ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.95 വരെ തന്നെ ഉണ്ട്. 8.90 ആണ് അതിൻ്റെ ടെസ്റ്റിംഗ് ടൈമിലുള്ള വോൾട്ട്, ബാറ്ററി വോൾട്ട്. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ അടുത്ത് കേബിൾ പോയേക്കണതാണ്. അപ്പോൾ കേബിൾ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കേബിൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ മീറ്ററിൻ്റെ ഡ്രസ് റെഡി ആക്കാം കേട്ടോ. പിന്നെ അതേപോലെ ഈ മീറ്ററിന് ഗ്ലാസ് ഉണ്ടോ എന്നുള്ള ദിവസം നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി മാറ്റിയിടാം. അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തൊരു കണ്ടീഷനുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി മാറ്റാം കേട്ടോ. ഉണ്ടോയെന്ന് സംശയമുണ്ട്, നോക്കിയിട്ടുണ്ടെങ്കിൽ മാറ്റാം. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പ്ലഗ് കിടക്കുന്നത് പുതിയതാണ്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.